ഇതിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ നിലയ്ക്കലിലെ ഓർത്തഡോക്സിൻ്റെ സഭാ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജുമോൻ 47 അംഗങ്ങളുമായി ഈ BJP-യിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അതിന് അനുഗ്രഹം കൊടുത്തത് അവിടുത്തെ വലിയ മെത്രോപൊലിത്തയായിരുന്നു. അതൊരു ചെറിയ കഥയല്ല. അതായത് ഇന്നലെ ഈ സജി ചെറിയൻ സംസാരിച്ച പുന്നപ്രയിൽ നിന്ന് 2.25 മണിക്കൂർ സഞ്ചരിച്ചാൽ നിലയ്ക്കലേക്ക് എത്താം. അപ്പോൾ നിലയ്ക്കലിൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ക്രൈസ്തവ വിരുന്ന് സ്വീകരിച്ച പുരോഹിതന്മാരെക്കുറിച്ച് സജി ചെറിയൻ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഞാനതിനെ 2 തരത്തിലാണ് കാണുന്നത്. അതിനൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഫാദർ ഷൈജുമോൻ അടക്കമുള്ള ആളുകൾ നിലയ്ക്കലിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നു. രണ്ടാമത്തെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് മൊത്തം നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ അരിത്തമാറ്റിക്സ് ആണ്. കേരളത്തിൽ 18% ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത്. ആ 18% വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കാലാകാലങ്ങളിലായി UDF-ൻ്റെ ഒരു സേഫ് ഡിപ്പോസിറ്റ് ആയിരുന്നു. 58% 2021 UDF-ൻ്റെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കായി CSDS-ൻ്റെ സർവേയിൽ പറയുന്നത്. 2016 അത് 51 എന്ന് പറഞ്ഞാൽ 2016 നിന്ന് 2021 എത്തുമ്പോഴേക്കും കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് 7% കണ്ട് UDF-ലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ 2024 ആകുമ്പോഴേക്കും സ്ഥിതി മാറുന്നുണ്ട്. കാരണം കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ വിഭാഗം LDF-ലേക്ക് പോകുന്നു. അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ LDF-ലേക്ക് ചായാനുള്ള സാധ്യതയുണ്ടാവുന്നു എന്ന കണക്കുകളൊക്കെ നിലനിൽക്കുന്നു. മാത്രവുമല്ല മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ തീവ്രമായ പ്രതികരണവുമായി LDF-ഉം സർക്കാരുമൊക്കെ കേരളത്തിൽ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പംപ്ലാനി പോലും തൻ്റെ നിലപാട് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഒരു മാറിയ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നിൽക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ട് 47 അംഗങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾ വലിയ മെത്രോപൊലിത്തയുടെ സാന്നിധ്യത്തിൽ തന്നെ BJP-യിലേക്ക് ചേക്കേറുന്ന ഒരു രാഷ്ട്രീയ പരിണാമം ഉണ്ടാവുന്നത്. അതിനോടനുബന്ധിച്ചാണ് സജി ചെറിയാൻ്റെ പ്രതികരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട് ചില ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ നിഘണ്ടു വിരുന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ? ഞാൻ ആ പ്രസംഗം സൂക്ഷിച്ച് കേൾക്കുന്നു. ചില ബിഷപ്പുമാർക്ക് പ്രത്യേക രോമാഞ്ചമുണ്ടാവും BJP നേതാക്കൾ ക്ഷണിക്കുമ്പോൾ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ കേക്കിൻ്റെ പീസും മുന്തിരിങ്ങ ഇട്ടുവാറ്റിയ സാധനവും ഒക്കെ കഴിക്കുന്ന സമയത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നുള്ളത് ഇവർ മറന്നുപോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ്. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, ഡൽഹിയിൽ നിന്നുള്ള ക്രിസ്ത്യൻ സഭാ പ്രതിനിധികളുണ്ട്, കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. മാത്രവുമല്ല 60ഓളം മറ്റു വ്യവസായികളും 60 പേരോളമാണ് കല്യാൺ മാർഗിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്തത്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടിയിരുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ബിഷപ്പുമാർ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 600-ലധികം ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്, ഇനിയും മണിപ്പൂരിൻ്റെ മുറിവുണങ്ങാത്ത പശ്ചാത്തലത്തിലാണ് ഒരു ക്രൈസ്തവ വിരുന്നിൽ പങ്കെടുക്കുന്നത് തെറ്റല്ല. പങ്കെടുത്തതിനു ശേഷം തങ്ങളുടെ നിലപാട് കൂടി അവിടെ പറയണമായിരുന്നു എന്നതാണ്. പറയാനുള്ള അവസരമുണ്ടായിരുന്നു. ആ അവസരം പക്ഷേ നരേന്ദ്രമോദിയുടെ അപദാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ക്രൂരമായ ഫലിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ പറഞ്ഞത് രാഷ്ട്രീയമായ പരാമർശമാണ്. അതിൽ ഏതെങ്കിലും ബിഷപ്പുമാർക്ക് വേദനയുണ്ടെങ്കിൽ അത് കാര്യമില്ല. അത് ക്രൈസ്തവ സമൂഹത്തിന് അത് മനസ്സിലാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത് ആദ്യമായിട്ടല്ല ഇത് സംഭവിക്കുന്നത്. ഇത് പല ഘട്ടങ്ങളിലും ഇപ്പോൾ സ്നേഹവിരുന്നിന് നേരത്തെ കേക്കുമായിട്ട് പോകുന്നത് കണ്ടു, ഈസ്റ്റർ വിരുന്ന് പോകുന്ന കണ്ടു, യുവം സംഘടിപ്പിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഈ താജ് ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ 8 സഭാ പ്രതിനിധികളാണ് നേരിട്ട് പോയി പങ്കെടുക്കുന്നത്. പക്ഷേ അതിനുശേഷമാണ് മണിപ്പൂർ ഒരു വലിയ വിഷയമായി വരുന്നത്. മണിപ്പൂർ നമ്മുടെ മുന്നിൽ നിന്ന് കത്തുകയാണ്. ഇപ്പോഴും ആ കത്തുന്ന മണം നമുക്ക് കേൾക്കാം. പച്ചമാംസം കത്തുന്ന മണം നമുക്ക് മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. അവരുടെ നിലവിളികൾ, നഗ്നരായിട്ട് പോവുക, പരേഡ് നടത്തപ്പെട്ട പെൺകുട്ടികളുടെ വളരെ നിസ്സഹായമായ നിലവിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടതുമാണ്. ആ കാഴ്ച അത്ര പെട്ടെന്ന് മറന്നു പോകുന്നു എന്നുള്ളതാണ് ബിഷപ്പുമാർക്കെതിരെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമർശനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായ പ്രതികരണം തന്നെയാണ്. അത് സജി ചെറിയൻ എന്ന മിനിസ്റ്റർ നടത്തിയിരിക്കുന്നു. അതിൻ്റെ ബിഷപ്പുമാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനിപ്പിക്കുന്ന പരാമർശമായി പോയി, സാംസ്കാരിക ഔന്നത്യമില്ലാത്ത പ്രയോഗമായി പോയി എന്നൊക്കെ ബിഷപ്പുമാർക്ക് പറയാം. മറുഭാഗത്ത് UDF-ൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. UDF-ൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായ 2 പ്രതികരണങ്ങൾ കൂടി കണ്ടു. അതിലൊരു പ്രതികരണം വന്നത് പണക്കാട്ട് നിന്നാണ്. പണക്കാട്ട് എന്ന് പറഞ്ഞത് ഈ ബിഷപ്പുമാർ പോയതിനെ വിമർശിക്കുന്നുണ്ട്. പറയുന്നത് ബിഷപ്പുമാർ ചോദിക്കണമായിരുന്നു, മണിപ്പൂരിൽ എന്ത് സംഭവിച്ചിരുന്നു എന്ന് ചോദിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയാണ് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ MN വിജയ മാഷ് പറഞ്ഞത്, ചില കാര്യങ്ങൾ പറയേണ്ട ഭാഷയിലും പറയേണ്ട രീതിയിലും പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പണക്കാട്ട് തങ്ങളുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ല, കാര്യമായി ചർച്ച ചെയ്തില്ല. ബിനോയ് വിശ്വം ഇതേ വിഷയത്തിലുള്ള നിലപാട് സ്വീകരിച്ചു, അതും നമ്മൾ ചർച്ച ചെയ്തില്ല. സജി ചെറിയാൻ്റെ വിഷയമാണ് ആ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള റിമാർക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മതിമറക്കുകയല്ല, അത് സജി ചെറിയാൻ്റെ രാഷ്ട്രീയ Meet
the editors.